ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ പൊട്ടറ്റോ സബ്ജിയാണ്, ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ സബ്ജി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ റെഡിയാക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മളിതിലേക്ക് കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മുളക്, 1-2 എണ്ണ എരിവിന് ആവശ്യത്തിന്, പിന്നെ ഒരു വലിയ സവാള. ഇത്രയും സാധനങ്ങൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. ആദ്യമേ ഇഞ്ചിയും കറിവേപ്പിലയും മുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി ആ ഇഞ്ചിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ളൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 എണ്ണം വരെയൊക്കെ എടുക്കാവേ. അപ്പം ഈ സവാളയൊക്കെ ഇത്തിരി കൂടുതൽ വേണം, എന്നാലേ നല്ലൊരു ടേസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമ്മുടെ ഈ ഒരു സബ്ജിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു അതേ സബ്ജിയുടെ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. സവാളയൊക്കെ വഴറ്റുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ സവാള കൂടുതലും വഴറ്റാറുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ അതേ നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ്. ഒരു 1/4 സ്പൂണോളം മഞ്ഞൾ പൊടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾ പൊടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ മാറുന്ന രീതിക്ക് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി ഒന്നും തന്നെ നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യത്തില്ല. അതിന് പകരമായിട്ട് നമ്മൾ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവനവൻ്റെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ആണ്. ഞാനിപ്പം 2 വലിയ പൊട്ടറ്റോ ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുവാണെങ്കിൽ ഈ പൊട്ടറ്റോയുടെ കളറൊന്നും മാറത്തില്ല, ഇതേ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പം 2 വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് പൊട്ടറ്റോ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളം നമ്മൾ ചേർത്ത് ഈ പൊട്ടറ്റോ നമ്മൾ വേവിക്കത്തില്ല. പൊട്ടറ്റോ ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് മാത്രമേ വെള്ളം ചേർക്കത്തുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് വേവിച്ചെടുക്കാം. ഇനിയും നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്തുള്ള വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കേട്ടോ. അപ്പം ഞാൻ സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ പൊട്ടറ്റോയും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ 7 മുതൽ 8 മിനിറ്റ് വരെ ഞാനിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഉണ്ടല്ലോ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഷർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവിയുടെ പുറകോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അപ്പം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇതിങ്ങനെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഉടച്ച് ഇരിക്കുന്ന കറിയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചിലർക്കുണ്ട് അങ്ങനത്തെ പരുവ ഇഷ്ടമല്ലാത്തവർ. അങ്ങനെയുള്ളവരാണെങ്കിൽ എല്ലാ പൊട്ടറ്റോയും മാഷ് ചെയ്യണമെന്നില്ല, കുറച്ചൊക്കെ മാഷ് ചെയ്ത് കുറച്ചൊക്കെ മാഷ് ചെയ്യാത്ത രീതിയിൽ ഇടാം കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാം തന്നെ ഒന്ന് മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മാഷ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തുള്ള വെള്ളം ഉണ്ടല്ലോ കുറേയൊക്കെ അങ്ങ് പോകും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുള്ള വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒരു കറിയുടെ രീതിക്ക് ആക്കിയെടുക്കാം. പക്ഷെ ശ്രദ്ധിക്കണം, നമ്മളിപ്പം വെള്ളം ചേർത്തത് ഇച്ചിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ പൊട്ടറ്റോ നമ്മൾ ഇങ്ങനെ ഉടച്ച് ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ ഇത് ചൂടാറുമ്പോഴത്തേനും ഇത്തിരി കൂടെ കട്ടിയാവും. അപ്പോൾ എന്തോരം കൺസിസ്റ്റൻസിയാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് തന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ടല്ലോ കുറച്ച് ഗരം മസാലയാണ്. ഒരു 1/4 സ്പൂണോളം ഗരം മസാല ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവസാനം ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു ഫ്ലേവറാണ് നമ്മളുടെ ഈ ഒരു കറിക്ക് ഉണ്ടാവുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ, നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തുവെങ്കിൽ പോലും കറി കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് തൂയി കൊടുക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മല്ലിയിലയുടെ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ കറികൾക്കും ഞാൻ മല്ലിയില ചേർക്കാറുണ്ട്. അപ്പോൾ അതേ മല്ലിയിലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ സബ്ജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമുള്ള നമ്മളുടെ ആ ഒരു പൊട്ടറ്റോ സബ്ജിയുടെ രൂപമാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഒട്ടും തന്നെ വാട്ടറി അല്ല, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകരുതേ. ബൈ.